ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൈപ്പൂയം കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസമായി, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ടായതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനിങ്ങനെ ഒരു തറ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അത് മുരുകൻ്റെ വേലായിരുന്നു അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു തൈപ്പൂയത്തിന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ തന്നെയാണ് പൂജയൊക്കെ ചെയ്യാറുള്ളത്. ഈ ശൂലത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇത് ഞങ്ങൾക്കൊരു വികാരമാണ്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ എൻ്റെ അച്ഛമ്മ പഴനിക്ക് ആളുകളെ കൊണ്ടുപോകുമായിരുന്നു. അതായത് ശബരിമലയ്ക്ക് നമ്മൾ ഗുരുസ്വാമി ആളുകളെ കൊണ്ടുപോകില്ല, അതുപോലെ തന്നെ കാവി മുക്കി മാലയിട്ട് നോയമ്പെടുത്ത് വീടുകളെല്ലാം തെണ്ടി അത് കിട്ടുന്ന അരിയും സാധനങ്ങളും കൊണ്ട് പോകുന്നതിൻ്റെ തലേന്ന് കഞ്ഞി വെച്ച് കുടിച്ച് എല്ലാവരും ഒരുമിച്ച് പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ കാലത്ത് മുതലേ ഈ ശൂലം, അതായത് ഈ വേല് കണ്ടെനിക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷം പിന്നെ വീടൊക്കെ പുതുക്കി പണിതു, വീടൊക്കെ മാറ്റി എല്ലാവരും, അച്ഛൻ്റെ ഏട്ടനും അനിയന്മാരെല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പഴയ വീട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ശൂലത്തിൻ്റെ, അതായത് വേലിൻ്റെ ഇത് ഞങ്ങളുടെ വീട്ടിലേക്കായിരുന്നു. അതിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലായിരുന്നു. പിന്നെ അച്ഛനായിരുന്നു അതിനെ വിളക്കൊക്കെ കത്തിച്ചൊന്നും പോന്നിരുന്നത്. അങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്താ പറയുക, അനിയൻ്റെ ചെറിയ പരിപാടികളും കാര്യത്തിലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു വേലുള്ളത് ഞങ്ങൾ വീട്ടിൽ നേരെ ഫ്രണ്ടിലായപ്പോൾ അതവിടെ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അച്ഛനത് അവിടെ നിന്ന് ഊരി പൂജാമുറിയിലേക്ക് വെച്ചു. വീണ്ടും ഞാനതിൽ പഴനിയുടെ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നല്ല, കണ്ടവർക്ക് അറിയാൻ പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കയറിയിട്ട് കാണാൻ ചാനലിൽ. പഴനിയിലേക്ക് പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മണ്ഡലം തീരുന്നതിന് മുമ്പ്, അതായത് മകരവിളക്ക് തീരുന്നതിന് മുമ്പ് ഇത് കെട്ടി തീരണമെന്നും, ഇത് കെട്ടി തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഴനിമല കയറാമെന്നതായിരുന്നു ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ എന്തോ മുരുകൻ്റെ കടാക്ഷം കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. വേല് സ്ഥാപിക്കുകയും വേല് പൂജയും കാര്യങ്ങളോട് കൂടി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, തൈപ്പൂയത്തിന് അന്ന് നമുക്ക് പിന്നെ പ്രസാദമോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള പരിപാടികളോ അഭിഷേകങ്ങളൊന്നും നടത്താനോ പാടില്ല. അപ്പം ഞങ്ങൾ കരുതി വേല് സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം തൈപ്പൂയത്തിൻ്റെ അന്ന് അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനുള്ളത്. പിന്നെ ഇത് പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ പരിപാടിയായിരുന്നു. പിന്നെ ഒത്തിരി ലേറ്റാവാനുള്ള കാര്യം വേറെ ഒന്നുമല്ല. പുലർച്ചെ 3 മണിയാകുമ്പോൾ തലേന്ന് ഉത്സവം ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെ ഉത്സവം ഉണ്ടായിരുന്നു. പിന്നെ ഉത്സവത്തിനൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്ക് സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി, എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി, പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ എല്ലാവരും കുളിച്ച് വന്നിട്ടാണ് പൂജ ചെയ്തത്. പിന്നെ മാലയൊക്കെ ഞങ്ങൾ തന്നെയാണ് കെട്ടിയിരുന്നത്. അന്ന് പിന്നെ തൈപ്പൂയത്തിൻ്റെ വേറെ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മുരുകൻ്റെ പിറന്നാളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അമ്മ താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് വേലായുധമായിട്ട് കൊടുത്തിരിക്കുന്ന ദിവസം കൂടിയാണ്. അന്ന് നമ്മൾ എന്തും മുരുകന് ഇഷ്ടപ്പെട്ട പ്രസാദങ്ങൾ നമ്മൾ കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുമെന്നാണ് സങ്കല്പം. അസങ്കല്പത്തിന് പുറത്ത് അതങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതാക്കി നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചും നമുക്കത് പ്രതീക്ഷിക്കുന്നുള്ള രീതിയിൽ നമ്മളൊരു സങ്കല്പം മനസ്സിൽ എല്ലാവരും കാര്യങ്ങൾ ആഗ്രഹിച്ചു. അച്ഛനായിരുന്നു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അച്ഛനായിട്ട് ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അച്ഛൻ്റെ പരികർമ്മിയായിട്ട് ഞാനും നിൽക്കും. പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ലെങ്കിലും പക്ഷേ അച്ഛൻ എപ്പോഴും എന്നെ വിളിക്കുക, നീ ഇത് ചെയ്യുക, ഇത് എടുത്തുണ്ടോ ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. പിന്നെ അഭിഷേകങ്ങൾ, ആദ്യം പനിനീരിൽ ആദ്യം നമ്മൾ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ സാധാ വെള്ളത്തിൽ തന്നെ അഭിഷേകം ചെയ്തതാക്കി. പിന്നെ 40 വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്ത് വൃത്തിയാക്കി. പിന്നെ കളഭം, ചന്ദനം, മഞ്ഞൾ, പാല്, തേന്, അങ്ങനെ ഭസ്മം, വിഭൂതി, ലാസ്റ്റ് വിഭൂതിനെ കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിതിനെ അലങ്കരിക്കുന്നത്. കളഭക്കൂട്ട് കൊണ്ട് അലങ്കരിച്ചതിന് ശേഷമാണ്, കളഭക്കൂട്ട് കൊണ്ട് അലങ്കരിച്ചിട്ട് വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മം കൊണ്ട് കുഴി തൊട്ടതിന് ശേഷം പിന്നെ കുങ്കുമം കൊണ്ട് അഭിഷേകം നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ അഭിഷേകങ്ങളും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അലങ്കരിക്കുന്ന രൂപത്തെ. അപ്പോൾ അലങ്കരിക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നതിന് ഇതിന് വേറൊരു വികാരം കൂടി ഉണ്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് അച്ഛമ്മയായിരുന്നു അതിൻ്റെ ആളായിരുന്നു. കാരണം അച്ഛമ്മ കൊണ്ട് നടന്നിരുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ആര് പഴനിക്ക് പോവുകയാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാവി എടുത്ത് ഇവിടുന്ന് തലേന്ന് വന്നിട്ട് പറയും, ഇങ്ങനെ പഴനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അമ്മ വരണം എന്ന് പറയും. അങ്ങനെ അച്ഛമ്മ തലേന്ന് എല്ലാവർക്കും കാവി മുക്കി ഇവിടെ വെക്കും. കാവി മുക്കി ഉണക്കി വെച്ച് അവർക്ക് ഇടാനുള്ള തോർത്തും മുണ്ട് എന്താ വെച്ചാൽ കൊണ്ടുവന്ന് വെള്ളത്തോർത്തും കൊണ്ടുവരും. അച്ഛമ്മ നോൻപെടുത്ത് അത് മുക്കിയിട്ട് അത് ഉണക്കിയിട്ട് പിറ്റത്തെ ദിവസം രാവിലെ വിളക്ക് കത്തിച്ച് അവർക്ക് മാലയിട്ട് കൊടുക്കും.
അങ്ങനെയാണ് പോവാറുണ്ടായിരുന്നത്. പിന്നെ കുറേ കാലക്രമേണ അച്ഛമ്മ മരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ആൾക്കാർ ആരെയും അച്ഛൻ കൊണ്ടുപോകാറില്ല. പിന്നെ അത്ര അത്യാവശ്യമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയും ഇങ്ങനെ വരണം പോകണം ഞങ്ങൾക്ക് മാലയിട്ട് പോകണം എന്ന് പറയുമ്പോൾ അച്ഛന് ഇവിടുന്ന് ഇതേപോലെ കാവ്യ മുക്കിയിട്ട് അവർ വന്ന് മാലയിട്ടിട്ട് പോകലായിരുന്നു പതിവുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അലങ്കരിക്കാനുള്ളത് തന്ന് തലേന്ന് ഉത്സവം ഉണ്ടായിരുന്നു. പിന്നെ പൂജയുടെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അത് മേടിച്ച് വന്നു. അതാണ് ഒത്തിരി ലേറ്റായത് കേട്ടോ. പിന്നെ അന്ന് വീഡിയോസൊക്കെ എടുത്തപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കാനൊരു സമയം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഴനിയിൽ പോയി എന്ന് പറഞ്ഞില്ല. ഞാനൊക്കെ ഒത്തിരി തവണ പഴനിമല കയറിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ആ ഒരു അച്ഛമ്മൻ്റെ ഒരു പ്രസൻസ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഈ വേലിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരു ചെറിയ വിളക്ക് ഒരു കുഞ്ഞു വെയിലവിടെ വേറെ ഉണ്ടായിരുന്നു. ഈ വെയിലെല്ലാം അച്ഛമ്മയ്ക്ക് പഴനിയിൽ നിന്ന് കൊടുത്തതാണ്. ഞങ്ങൾ മേടിച്ച് വെച്ചതൊന്നുമല്ല. അച്ഛമ്മ ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് പഴനിമലയിൽ നിന്ന് കൊടുത്ത വേലാണ്. ആ വേലാണ് ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളിവിടെ എന്ത് പുറത്തേക്ക് പോവുകയാണെങ്കിലും ശരി, ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, ഞങ്ങൾക്ക് എന്താറില്ല, ഞങ്ങൾ ഇതിന് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇന്നേ വരെ അതിനൊരു മുട്ടോ മുടക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അത്രയ്ക്ക് വിശ്വാസമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ അച്ഛമ്മേനെ ഞങ്ങൾ അങ്ങനെ ആണ്. അച്ഛമ്മേനെ വിളിച്ച് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് കറക്റ്റാണ്. അങ്ങനെ അഭിഷേകങ്ങളും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു. അച്ഛൻ്റെ പരികർമ്മയായിട്ട് ഞാനും കൂടി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അനിയന് കൊടുത്തു, നീ എടുത്തു കൊടുക്കുക അച്ഛന്, ഞാനൊന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവന് എടുത്തു കൊടുത്തു. അങ്ങനെ അച്ഛനെല്ലാം അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ തട്ട് റെഡിയാക്കാനുണ്ടായിരുന്നു. ഞാനും പിന്നെ ചന്തു ചേച്ചിയും അങ്ങനെ ഞങ്ങൾ 3 പേർക്കും തട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ തട്ടിൽ ചേച്ചിക്ക് പൂ വേണമെന്ന് പറഞ്ഞിട്ട് മഞ്ഞ ചട്ടിയും ഓറഞ്ച് ചട്ടിയും കൊണ്ട് പൂ മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ മാല കെട്ടി. ഞാൻ തന്നെ മാല കെട്ടി അവൾക്കൊരു തട്ട് റെഡിയാക്കി കൊടുത്തു. പിന്നെ അറുമുഖനായതുകൊണ്ട് തന്നെ 6 തിരിയിട്ട് 6 ചിരാതിൽ തിരി കത്തിച്ചിട്ടായിരുന്നു ഞങ്ങൾ തട്ട് റെഡിയാക്കിയത്. അപ്പോൾ ചന്തുവിൻ്റെ തട്ടിലുണ്ടായിരുന്നത് കുഞ്ഞ് എന്താ പറയുക ഇതേപോലത്തെ കുഞ്ഞ് വെയിലും പിന്നെ രുദ്രാക്ഷമാലയായിരുന്നു ചന്തുവിൻ്റെ തട്ടിലുണ്ടായിരുന്നത്. പിന്നെ വിളക്ക് തിരി കത്തിച്ചത്. പിന്നെ എൻ്റെ തട്ടിലുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ആയിരുന്നു. ഭഗവാന് കൊടുക്കാനുള്ള ഫ്രൂട്ട്സും പിന്നെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു നിവേദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ച് കൊടുക്കുന്ന നമ്മളെ കാര്യസാധ്യത്തിന് വേണ്ടി കൊടുക്കുന്നൊരു നിവേദ്യമാണ് നമ്മുടെ റാഗീനെ കൊണ്ടുണ്ടാക്കുന്നത്. റാഗിയല്ല കേട്ടോ, കൊണ്ടുണ്ടാക്കുന്ന ഒരു ലഡു പോലത്തെ സാധനമുണ്ട് തിന. അത് തിന തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അത് വെള്ളം വറുത്ത് പൊടിച്ച് അതിലേക്ക് തേന്, ശർക്കര, നെയ്യ് ഒക്കെ ഇട്ടിട്ട് നമ്മളത് കുഴച്ച് ഒരു ലഡു പോലെ ആക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്തൊരു തട്ടിൽ ലഡു ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ തട്ടിൽ ലഡു, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും, പിന്നെ അതിലേക്ക് 6 തിരിയിട്ട് കത്തിച്ച ചിരാതുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ പഴനിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചൂരലുണ്ടായിരുന്നു. ചൂരലിൻ്റെ ചെറിയൊരു അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും വീഡിയോയിലേക്ക്. ഞാൻ ഫുൾ അലങ്കാരം കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. പിന്നെ ഞാനിവിടെ ആയിട്ട് കൃഷി ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോസിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുണ്ടായിരുന്ന കുമ്പളം, ചോളം അതൊക്കെ നമ്മളന്ന് ഭഗവാനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നൊക്കെ ഭഗവാൻ അത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പൂജ കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് ഭഗവാൻ ഇഷ്ടമുള്ളത് മാത്രമല്ല, നമ്മൾ ഭഗവാൻ എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അത് കൊടുത്തിട്ട് അന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ പുറത്താണ് ഞങ്ങളത് ചിരാതും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തട്ട് റെഡിയാക്കിയിട്ടുണ്ട്. തട്ട് നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിലേക്ക് വരുന്നത്. പിന്നെ ഈ അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഫുള്ള് ഈ തറയുടെ ചുറ്റിലും ഞങ്ങൾ ചിരാതുകൾ വെച്ച് അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ കുഞ്ഞുമണി സമയം പുലർച്ചയല്ല, അതുവരെ ആരും ഉറങ്ങിയില്ല. കുഞ്ഞുമണി ഉറങ്ങിയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഉറങ്ങാതെ അനിയൻ കൊടുത്തിരുന്നത് മയിൽപ്പീലിയായിരുന്നു കേട്ടോ. ആ ഒരു മയിൽപ്പീലി ഞങ്ങൾ പഴനി പോയ സമയത്ത് മയിൽപ്പീലി ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ അവിടെ എല്ലാം നല്ല റേറ്റായിരുന്നു. വിലയെന്ന് വെച്ചാൽ ഓരോ മയിൽപ്പീലിക്ക് കിലോന് 5000 6000 അവർക്ക് വായ തോന്നിയ വിലയായിരുന്നു അവർ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് നമുക്ക് മേടിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ വേലി ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഇങ്ങനെ വെട്ടി സ്ഥാപിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം അച്ഛമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛമ്മ പക്ഷേ മരിക്കുന്ന സമയത്തൊന്നും അച്ഛമ്മ പറഞ്ഞില്ല കേട്ടോ, നിങ്ങളത് കൊണ്ടു നടക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ഛമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നു ഇതിവിടെ ഉണ്ടാകുന്ന സമയത്തല്ല ഞങ്ങൾക്ക് അച്ഛമ്മയുടെ പ്രസൻസ് കറക്റ്റ്. കാരണം അച്ഛമ്മയുടെ കൈ പിടിച്ച് ഒത്തിരി തവണ മല കയറിയിട്ടുള്ള ഒരാളാണ് ഞാനും അനിയനും ചേച്ചിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു വലിയ ശങ്കൊക്കെ അച്ഛമ്മ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഇത്ര കൊല്ലമായിട്ടും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽക്കേ അത് പൂജാമുറിയിലുള്ള സാധനമായിരുന്നു ആ ശംഖ്. അങ്ങനെ അത് കഴിഞ്ഞു. അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അലങ്കരിക്കാനായിരുന്നു. കളഭത്തിൽ പനിനീര് ഒഴിച്ചുകൊണ്ട് ഭഗവാന്റെ ശൂലത്തെ അലങ്കരിച്ചു കഴിഞ്ഞിട്ടാണ് ഭസ്മം കൊണ്ട് കുറി തുടങ്ങുന്നത്.
അപ്പോൾ അച്ഛനും അനിയനും കൂടെയായിരുന്നു അലങ്കരിച്ചിരുന്നത്. കാരണം അന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങൾക്ക് അതിനോടുള്ളൊരു എന്താ പറയുക അറിയില്ല. അത് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനോട് ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല. അതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നൊരിതായി പോയായിരുന്നു. പക്ഷെ അതത്ര വളരെ ഭംഗിയായിട്ട് നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ആരുടെ അടുത്തും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളുടെ റിലേറ്റീവ്സും പാപ്പനും അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് അത്രയും നേരം പുലർച്ചെ സമയമല്ലേ. പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ മാത്രമായിരുന്നു പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ ആഗ്രഹിച്ചത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അത്രയും മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. അതിന് ഭഗവാനോട് വളരെയധികം നന്ദി, താങ്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും ഇറങ്ങാറ്, എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഇത് ഒത്തിരി കാലം പൂജാമുറിയിലായിരുന്നു. അത് 3 വർഷത്തോളം പൂജാമുറിയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ ശരിയല്ലല്ലോ, നമ്മൾ ഒരാളെ ജീവനുള്ളത് എന്തിനാണെങ്കിലും നമ്മളെടുത്ത് പൂജാമുറിയിലിട്ട് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൂമിലിട്ട് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാവില്ല അത് പുറത്ത് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങളത് പുറത്തേക്ക് സ്ഥാപിക്കാതെ തന്നെ. പക്ഷെ ഒത്തിരി തടസ്സങ്ങൾ വന്ന സംഭവം കേട്ടോ. ഈ തറ കെട്ടുന്നതിന് കല്ല് ശരിക്ക് കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ടു. പക്ഷേ എത്ര പ്രയാസപ്പെട്ടു ഞങ്ങൾ കൊയില പറയുന്ന പോലെ നമ്മളൊരു കാര്യം മനസ്സിൽ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയില്ല, അത് സത്യം കേട്ടോ. അത് ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും അത് സത്യമാണെന്നുള്ളത് കാര്യം. കാരണം ഞങ്ങളത് അത്രയും ഒരുപാട് തടസ്സങ്ങൾ വന്നു. ആളെ കിട്ടിയില്ല. കിട്ടിയ ആൾക്ക് തന്നെ മരണം ഉണ്ടായിട്ട് കെട്ടാൻ വന്ന ആൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ അവരെ 16 കഴിഞ്ഞു, എന്നിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ കാത്തു നിന്ന് അവസാനം മകരവിളക്കിൻ്റെ തലേ ദിവസമാണ് ഇത് കെട്ടിക്കഴിയുന്നത്. പിന്നെ മകരവിളക്കിന് ഞങ്ങളിത് സ്ഥാപിക്കുകയും ഇതിൽ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. കാരണം മകരവിളക്കിൻ്റെ സമയത്ത് ഇത് കഴിയണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പഴനിമല വരും, അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതുപോലെ ഞങ്ങൾ ചെയ്തു കേട്ടോ. കാരണം നമുക്ക് ഭഗവാൻ അങ്ങനെ തരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഇല്ലെങ്കിൽ നമ്മൾ നന്ദികേട് കാണിക്കുന്ന ആൾക്കാരായി പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇതിലിങ്ങനെ ഇട്ടിരുന്നു. ഇതിന് തറ കെട്ടുന്നതും കുറ്റിയടിക്കുന്നതും ഒക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇത് ഇടണമെന്നുണ്ട് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. ഇതിന് തൊട്ട് താഴെ തന്നെ അച്ഛമ്മ പഴനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നൊരു വേലുണ്ടായിരുന്നു ചെറുത്. അതാണ് അച്ഛമ്മനെ സങ്കല്പിച്ചിട്ട് ഞങ്ങളവിടെ കല്ലും തറയൊന്നും കെട്ടിയിട്ടില്ല. ജസ്റ്റ് വിളക്ക് കത്തിക്കുമ്പോൾ രാവിലെ വൈകിട്ടും വിളക്ക് കത്തിക്കുമ്പോൾ അവിടെയും കത്തിക്കും അച്ഛമ്മേൻ്റെ ഒരു പ്രസൻസ്. പിന്നെ ഇതിന് നൈവേദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത് പഞ്ചാമൃതമായിരുന്നു. പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പഴം, കൽക്കണ്ടം, തേന്, നെയ്യ്, പിന്നെ അതെല്ലാം മിക്സാക്കിയിട്ട് അതിലേക്ക് കാരക്ക, ഈന്തപ്പഴം, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് മിക്സാക്കിയിട്ട് അതൊരു പ്രസാദമായിട്ട് ഞങ്ങൾ വെച്ചത്. പിന്നെ അതിൽ മലരും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അച്ഛൻ, അതുകൊണ്ട് അത് വെച്ചില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പൂജകളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് തന്നെ സംഭവിച്ചു എന്ന് പറയാം. കാരണം വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് നടന്നു കിട്ടണം എന്നുള്ളത്. കാരണം ഒത്തിരി ഇതിന് സത്യം പറഞ്ഞാൽ ഇതിന് ആ സമയത്തൊക്കെ ഇത് നടന്ന് കിട്ടുമോ, ഇല്ല ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒന്നും റെഡിയായിട്ട് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സങ്കടം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിയാൻ പറ്റുമോ, അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ച സമയത്ത് അത് നടന്നില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിരുന്നു. പിന്നെ എന്തോ എല്ലാ സമയത്തും കറക്റ്റ് സമയത്ത് തന്നെ അത് സംഭവിച്ചു. അത് വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. കാരണം ഞാനും അനിയനൊക്കെ ഇതിന് കല്ലെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എവിടെയില്ല. കാരണം നമുക്കിതിന് കുറച്ച് കല്ല് ആവശ്യമുള്ളൂ, ഒരുപാട് കല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അത് അത്രയും കിട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞു പോയി ഒരു വീട് കൂടെ കിടക്കുന്ന ഒരു വീടിൻ്റെ സ്ഥലത്തെല്ലാം തിരിഞ്ഞിട്ടാണ് അവസാനം കല്ല് കിട്ടി. ഇങ്ങനെ കല്ല് കിട്ടുമ്പോൾ അവരുടെ പോയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ എന്തായാലും അടിക്കുന്നുണ്ട്, കൂടുതൽ നീക്കുക, കുറച്ച് കല്ല് അടിക്കുന്നുണ്ട്, പ്രശ്നം എന്നൊക്കെ അങ്ങനെ അടിച്ചു. അതുകൂടെ കൊണ്ടുവന്നിട്ട് സാധനങ്ങളെല്ലാം എപ്പോഴാണ് പണിയെടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒത്തിരി പേര് വന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ പണി എടുക്കണമെന്നുള്ള രീതിയിൽ. പക്ഷെ അവർക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആദ്യം പറഞ്ഞ ഏട്ടൻ തന്നെ വന്നു. അവരെന്നെ അതിന് മുന്നേ ആശാരിനെ വിളിച്ചു, പിന്നെ കുറ്റിയടിച്ചു, സ്ഥാനം നോക്കണമല്ല, നമ്മൾ വീടിനേക്കാൾ ഒരു ഇത്തിരി ഭഗവാനെ വെക്കണം അവരുടെ സ്ഥാനം, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു ഇതിനെ കൊണ്ടുണ്ടായിരുന്നു. കുറ്റിയടിച്ച് പോയിട്ട് പിന്നെ നോക്കുമ്പോൾ ഇത് കളകിറാൻ ആളെ കിട്ടില്ല. ഞങ്ങളെ കൊണ്ട് പറ്റില്ലായിരുന്നു. അത്രയും അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡായിരുന്നു. നമ്മൾ അഭിഷേകത്തിന് വെച്ച് വിളക്ക് മാറ്റി. കാരണം അഭിഷേകത്തിന് വെച്ചപ്പോൾ 2 തിരിയിട്ട വിളക്കാണ് വെച്ചിരുന്നത്. ആ 2 തിരിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഈ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് എന്താ പറയുക, അതിലേക്ക് 5 തിരിയിട്ട് പിന്നെ കത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 തിരിയിട്ട് അഭിഷേകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഞങ്ങൾ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചതും ചിരാതും കാര്യങ്ങളൊക്കെ പിന്നെയാണ് കത്തിച്ചത്. അലങ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അലങ്കാരത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചത്. പിന്നെ അച്ചമ്മയ്ക്കാണെങ്കിൽ അച്ചമ്മയ്ക്ക് വെച്ച് കൊടുത്ത പാവിലും ശർക്കരയും ഈന്തപ്പഴം തേനൊക്കെ കുഴച്ചിട്ട് നെയ്യൊക്കെ കുഴച്ചിട്ടായിരുന്നു അച്ചമ്മയ്ക്ക് വെച്ചിരുന്നത്. അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നന്നാവില്ലായിരുന്നു. അച്ചമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതായതുകൊണ്ട് തന്നെ അതന്നെ വെച്ചു. പിന്നെ അച്ഛൻ പൂജാമുറിയിൽ വിളക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പുറത്തേക്ക് ഈശോയിലേക്ക് വന്നത്. പക്ഷെ അത് ഞാൻ കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിനനുസരിച്ച് ഇതൊക്കെ നടത്തിയിട്ടാണ് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സ്ഥലത്തൊന്നും ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണാം ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നത്. ചാനൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കാര്യത്തിൽ എല്ലാവരോടും താങ്ക്സ്. വീഡിയോ കണ്ടതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ആളുകളോട് വളരെയധികം ഞങ്ങളൊരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന് ഇനിയും കൂടുതൽ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണാം. ഇതായിരുന്നു അവന് ആഗ്രഹിച്ചത് മയിൽപ്പീലി കൊടുക്കുക. അത് കാവടി പോലെ ആക്കാനായിരുന്നു. കാവടി ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയില്ല. മുമ്പ് പഴയൊരു കാവടി ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛമ്മക്ക് പോകുന്ന സമയത്ത് പഴനിമല കയറുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അത് പൂജിച്ച് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് കയറിയിട്ട് അതിൽ തന്നെ പാൽക്കാവടിയായിട്ട് കൊണ്ടുപോകും. പീലിക്കാവടിയിൽ തന്നെ അങ്ങനെ അത് കൊണ്ടുവരുന്നുണ്ടല്ലോ. പിന്നെ അതൊക്കെ പിന്നെ ചീത്തയായിപ്പോയി പിന്നെ ഇത് ശരവണപ്പൊയ്കയിലായിരുന്നല്ലോ ഭഗവാൻ ജനിച്ചെന്ന് പറയുന്നത്. അതിൻ്റെ സങ്കല്പത്തിലാണ് വെള്ളത്തിൽ താമര വെച്ചിട്ട് ശരവണപ്പൊയ്കയുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് താമര വെള്ളം നിറച്ചിട്ട് ചെറിയ പാത്രത്തിൽ, അതായത് ചെറിയ നമ്മുടെ കിണ്ണോ അല്ലെങ്കിൽ ഉരുളിയൊക്കെ ഉണ്ടായാലും അതുപോലത്തെ വെള്ളം കത്തിച്ച് താമര വെക്കും. അതിലായിരുന്നു ചന്തു ഉണ്ടായിരുന്ന തട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിരുന്നത്. പിന്നെ തുളസി, കുങ്കുമം, തുളസിയും തെച്ചിപ്പൂ എല്ലാം പൂജയ്ക്ക് ആവശ്യമായിട്ട്. പിന്നെ ചെട്ടി ഞാൻ പറഞ്ഞില്ല, ചെട്ടി വെച്ചിരുന്നു. ചെട്ടിയുടെ കുറച്ച് ഞാൻ പറഞ്ഞ പൂജയ്ക്കായിട്ട് വെച്ചിട്ടു. നമുക്ക് പൂജ ചേച്ചിയുടെ തട്ടാണ്. ചേച്ചിയുടെ തട്ടിൽ ഞാൻ കെട്ടിയിരിക്കുന്ന മാലയാണ് ഉണ്ടായിരുന്നത്. ചന്തുവിൻ്റെ തട്ട് ഇവരെ തട്ടെല്ലാം കത്തിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ തട്ടത്തേക്ക് ഞാൻ തന്നെ. പിന്നെ ഇവരെല്ലാം പൂവും ശൂലങ്ങളും ചന്തുവിൻ്റെ തട്ടായിരുന്നു. അച്ഛന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ തട്ട് കൊടുത്ത് മാലിട്ട് ആരതി വെച്ചതിന് ശേഷം മറ്റേ കുഞ്ഞ് വേലി വെച്ചിരുന്നത് കുഞ്ഞുമണിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവനായിരുന്നു പിന്നെ ഇത് എൻ്റെ തട്ടിൽ ഫ്രൂട്ട്സും ചിരാത്, പൂവ്, പിന്നെ ലഡു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ തട്ടിൽ. അങ്ങനെ ഓരോ തട്ടായിട്ട് കൊടുത്തു. എല്ലാവരും തട്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഓരോ ആഗ്രഹങ്ങൾ അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച സമയത്ത് മയിൽപ്പീലി കുത്തി വെച്ചതായിരുന്നു. വാഴയുടെ തണ്ടിലായിരുന്നു കുത്തി വെച്ചിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് വീണു. പിന്നെ ഞങ്ങൾ എഴുതിയ മാലയിട്ടതിന് ശേഷം അത് വെച്ചാൽ മതിയായിരുന്നു. ആ രീതിയിൽ അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളത് ഇതിലുണ്ട്. ഒത്തിരി സന്തോഷം എന്തായാലും. അപ്പം പിന്നെ ഇനി മറക്കണ്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയണത് എല്ലാവരും സബ് ചെയ്യുക. വീഡിയോസ് ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫുൾ വീഡിയോസ് കാണുക. പിന്നെ ടാറ്റാ ബൈ ബൈ, സി യു. ബാക്കി വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ബൈ ബൈ. അമൃതവപുഷേ നമഃ. ഓം പ്രാണായാമപരായണായ നമഃ. ഓം വിരുദ്ധതന്ത്രേ നമഃ. ഓം വീരഘ്നായ നമഃ. ഓം രക്തശ്യാമായ നമഃ. ഓം സുപിംഗളായ നമഃ. ഓം ബഹുവർണായ നമഃ. ഓം ഗോപതേ നമഃ. ഓം
ദാക്ഷിണാത്യവരപ്രദായ നമഃ. ഓം സർവേശ്വരായ നമഃ. ഓം ലോകഗുരവേ നമഃ. ഓം അസുരാനീകമർദ്ദനായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം ബ്രാഹ്മണപ്രിയായ അവിടെ വെച്ചാ ഇവിടെ ചീരാതെ അവിടെ വെച്ചാ തിരിങ്ങുണ്ട് കുറച്ച് നീട്ടി പിടിക്കും. ഞാൻ തൊട്ടൊക്കെ പൊട്ടി വരും. ഞങ്ങൾ കത്തിയ ഇപ്പത് കച്ചാണ് കത്തിട്ട് ഞാൻ വച്ച തൊട്ടാൽ അതിങ്ങനെ തിരി കിട്ടിയോ എന്താ എൻ്റെ എമ്മനാവും. रेडी कैसे കത്തിയിൽ വെച്ചാ അല്ല ഞാൻ അങ്ങനല്ല പൊന്ന ഇതാണ് കത്തിക്ക. എണ്ണ വെച്ചാളി അമ്മ ഇതിൽ വെച്ചോ അവിടെ വെച്ചോ തിരിച്ചാ അങ്ങനെ അങ്ങനെയാണ് വെച്ചോ ദിവസം കഴിഞ്ഞിട്ട് അവിടെ തിരിക്കാം.
കഴിഞ്ഞുമ്മാ കഴിഞ്ഞടാ കഴിഞ്ഞതാ പോവാം ഇല്ല കാലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ
ആ ആ ഇപ്പം അങ്ങനെ ആരും കൂടാതെ